നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. ഇന്നലെ ഉപയോഗിച്ചത് 118.26 ദശലക്ഷം യൂണിറ്റ്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. 3 സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരെ സമീപിക്കാൻ KSEBയുടെ നീക്കം. ഉന്നതതല യോഗം ഇന്ന്. തുടർച്ചയായുള്ള പവർ കട്ടിൽ പ്രതിഷേധം. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വലഞ്ഞ് ജനങ്ങൾ. കടകൾ അടപ്പിച്ചു. പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. വൈകാരികമായി പ്രതികരിച്ച് ദുരിതത്തിലായ യാത്രക്കാർ. ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാർ വീട്ടിലായിരുന്നു അവന്മാർ ചെയ്തേ. അവന്മാർ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? മെയ് 15-നാണ് SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15-ന്, ഹയർ സെക്കൻഡറി ഫലം മെയ് 22-ന്. 28-30 തീയതികളിൽ പുനർമൂല്യനിർണ്ണയം. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു. മരിച്ചത് തരിശു സ്വദേശി ജംഷീർ. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷം. പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് തുടരുന്നു. എറണാകുളം DCC ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് ഫാമിലി എന്ന പേരിൽ ഫ്ലക്സ്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ചെന്നിത്തലയെ പോലുള്ള മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള മോഹം നടക്കില്ലെന്ന് ഫ്ലക്സിൽ. VDയെ അനുകൂലിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ്. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. പിടികൂടിയത് വീടിന് സമീപത്തെ പറമ്പിൽ നിന്ന്. മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനത്തിലും അന്വേഷണം. സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്കിടെ ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിലെത്തി. ഇന്നലെ ഉപയോഗിച്ചത് 118.26 ദശലക്ഷം യൂണിറ്റാണ്. പീക്ക് സമയത്ത് പലയിടത്തും ഒന്നിലേറെ തവണയാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ഉന്നതതല യോഗം ചേരും. കൂടുതൽ വിവരങ്ങളുമായി അൻഫ്രിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫ്രിഡ്, ഇന്നത്തെ ഈ ഉന്നതതല യോഗമുണ്ടല്ലോ, അതിലൊരു നിർണായക തീരുമാനങ്ങൾ അത് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് അതൊരു പരിഹാരം കണ്ടെത്താനാകാത്തൊരു സ്ഥിതിയിലാണ്. കാരണം അത്രയേറെ രൂക്ഷമാണ് സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഉപയോഗിച്ച വൈദ്യുതിയുടെ കണക്കെന്നൊരു 11 മണിയോടുകൂടി പുറത്തു വന്നു. ആ കണക്കിൽ കാണിക്കുന്നത് 118 ദശലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 118 എന്ന് പറയുമ്പോൾ ഈ മാസത്തെ ഇത് 3ാമത്തെ സർവകാല റെക്കോർഡാണ്. നേരത്തെ ഒരു സർവകാല റെക്കോർഡ് ഉണ്ടായിരുന്നത് 10 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ 18-ാം തീയതി 117 ദശലക്ഷമായിരുന്നു. അപ്പോൾ ഒരു 10 ദിവസത്തിനകം 117 നിന്ന് 118 ദശലക്ഷത്തിലേക്ക് ഉയർന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ റെക്കോർഡ് തന്നെയാണ്. ഈ മാസം, അതായത് ഈ ഒരു ഏപ്രിൽ മാസം തന്നെ 100 ദശലക്ഷത്തിന് മുകളിലാണ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വൈദ്യുതി. വെറും 2 തവണ മാത്രമാണ് 100 ദശലക്ഷത്തിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ബാക്കി എല്ലാ ദിവസവും അങ്ങനെ ഭീകരമായ രീതിയിൽ വലിയ രീതിയിലാണ് വൈദ്യുതിയുടെ ഉപഭോഗം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സ്ഥിതിയിൽ നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ആഭ്യന്തരമായ ഉൽപ്പാദനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുവെങ്കിലും പുറത്തുനിന്ന് ഈ വൈദ്യുതി വാങ്ങുമ്പോൾ വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ അവർക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഒരു യൂണിറ്റിന് 20 രൂപ എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ വിലയാണ് ഈടാക്കുന്നത്. മാത്രമല്ല ഹ്രസ്വകാലത്തേക്ക് കരാർ ഏർപ്പെടുത്തുമ്പോൾ പൊതുവെ അവിടെ വൈദ്യുതി ഇല്ല പവർ എക്സ്ചേഞ്ചിൽ. കാരണം ദേശീയ തലത്തിൽ പോലും വൈദ്യുതിയുടെ ആവശ്യകത വന്നത് കാരണം. അപ്പോൾ ഇന്നിപ്പോൾ അടിയന്തരമായ ഒരു യോഗം ചേരുന്നുണ്ട് ഊർജ്ജ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ. ആ യോഗത്തിൽ ഉയർന്ന വിലക്കിന് വൈദ്യുതി വാങ്ങേണ്ടതുണ്ടോ, മാത്രമല്ല 250 മെഗാവാട്ടിനാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകിയത്. ഇപ്പോൾ കേന്ദ്ര പൂളിൽ നിന്ന് ഒരു 180 മെഗാവാട്ട് വൈദ്യുതിയെങ്കിലും വാങ്ങാനുള്ള ഒരു തീരുമാനം. കാരണം അടിയന്തരമായി അങ്ങനെ വൈദ്യുതി വാങ്ങിയേ മതിയാകൂ. അതല്ലെങ്കിൽ സംസ്ഥാനത്ത്
ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ക്രമാതീതമായി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്രഖ്യാപിതമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഒരു പ്രദേശത്ത് തന്നെ 3-4 തവണയാണ് പവർ കട്ട്, ലോഡ് ഷെഡിങ് അരമണിക്കൂറിലധികം നീളുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത് സ്വാഭാവികമായി വൈദ്യുതി ഓവർലോഡ് ആകുമ്പോൾ വൈദ്യുതിയുടെ ഫീസ് പോകുന്നതാണ് എന്ന വിശദീകരണമൊക്കെ KSEB അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രഖ്യാപിതമായും അപ്രഖ്യാപിതമായും പലയിടങ്ങളും വൈദ്യുതിയുടെ പ്രതിസന്ധിയുണ്ട്, പവർ കട്ടും കൊണ്ട്. പക്ഷേ ഇതല്ലാതെ മറ്റൊരു പരിഹാര നിർദ്ദേശം തൽക്കാലം KSEBയുടെ മുമ്പിലില്ല. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. തുടർച്ചയായുള്ള പവർ കട്ടിനെ തുടർന്ന് പാലക്കാട് KSEB ഓഫീസിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. KSEB ഓഫീസിൽ പായ വിരിച്ചു കിടന്നാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മരുത റോഡ് KSEB ഓഫീസിലായിരുന്നു പ്രതിഷേധം. രാത്രിയും പകലും ഇല്ലാതെ വൈദ്യുതി മുടങ്ങുന്നുവെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് KSEB അവസാനിപ്പിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കണ്ണൂർ ഉളിക്കലിൽ യുവാവിന് സൂര്യതപമേറ്റു. കാഞ്ഞിരക്കൊല്ലി സ്വദേശി അബിൻ ജോസിനാണ് ജോലിക്കിടെ പൊള്ളലേറ്റത്. അബിൻ പുറവയൽ PHCയിൽ ചികിത്സ തേടി വീട്ടിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടയിലാണ് സംഭവം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്ത് ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. പലയിടത്തും വാഹനങ്ങൾ തടയുന്നുണ്ട്. ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്ക്. പലയിടത്തും നിർബന്ധിച്ച് കടകൾ അടപ്പിച്ചു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നത് എനിക്ക് ഉറപ്പ് ഒരു ഉറപ്പുമില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയട്ടെ, ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് അശ്വതിയുണ്ട് ഇപ്പോൾ തത്സമയം കൊച്ചിയിൽ നിന്ന്. അശ്വതി, ഈ ദളിത് സംഘടനകൾ നടത്തുന്ന ഹർത്താലിൽ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണല്ലോ അതിൽ ആത്മഹത്യയിൽ ഉടനടി പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഹർത്താൽ നടക്കുന്നത്. പക്ഷേ ഹർത്താലുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പോകുന്നത്. വലിയ തോതിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത് പലയിടത്തും. കൊച്ചിയിലൊരു അവസ്ഥ എങ്ങനെയാണ്? കൊച്ചിയിൽ എങ്ങനെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? മായ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലാണ്. ഇന്ന് കൊച്ചിയിൽ ഭാഗികമായിട്ടാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത്. നഗരത്തിലെല്ലാം തന്നെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും കടകൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ തന്നെ ഹർത്താലുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കടകൾ എല്ലാം ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ പറവൂരിലാണ് ചെറിയ ഒരു സംഭവം ഉണ്ടായത്. അവിടെ ബസ് സമരാനുകൂലികൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഒപ്പം തന്നെ അങ്കമാലി മേഖലകളിൽ ഈ ബസ്സുകാർക്ക്, ബസ് നിരത്തിലിറങ്ങിയ ആളുകൾക്ക് നോട്ടീസ് നൽകി സമരാനുകൂലികൾ അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നതാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ആലപ്പുഴയിൽ ചെങ്ങന്നൂരിൽ ലേണേഴ്സ് ടെസ്റ്റ് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. RTO ഓഫീസിൽ സമരാനുകൂലികൾ പ്രതിഷേധിച്ചു. ചെങ്ങന്നൂരിൽ വാഹനങ്ങൾ വ്യാപകമായി തടയുകയും ചെയ്തിട്ടുണ്ട്. മാവേലിക്കരയിൽ മിൽമ ചെയർമാന്റെ വാഹനം തടഞ്ഞു. ആലപ്പുഴ നഗരത്തിൽ കടയടയ്ക്കാനായിട്ട് എത്തിയ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ വാഹനങ്ങളിൽ സഞ്ചരിച്ച കടകൾ അടപ്പിക്കുന്നത് നാട്ടുകാർ ചോദ്യം ചെയ്തു. അതായത് സമരാനുകൂലികൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനെ ഈ നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആലപ്പുഴയിൽ കടയിൽ കയറി വനിതാ ജീവനക്കാരിയെ സമരാനുകൂലികൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നിരുന്നു. അങ്ങനെയാണ് ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ കോട്ടയത്തും പ്രശ്നങ്ങൾ പല ഇടങ്ങളിലും കട അടപ്പിക്കുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പാമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ വാഹനങ്ങൾ തടഞ്ഞത്. കോട്ടയം ഗാന്ധി സ്ക്വയറിലും ഐഡ ജംഗ്ഷനിലും ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇടപെടുകയും പോലീസ് സമരാനുകൂലികളെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. തുടർന്ന് പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കോട്ടയം KSRTC സ്റ്റാൻഡിലെ ക്യാൻറ്റീനുകളും കടകളും എല്ലാം തന്നെ സമരാനുകൂലികൾ അടപ്പിച്ചു. അതുപോലെ തന്നെ തൃശ്ശൂരിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരിൽ മാളയിൽ ഹർത്താൽ അനുകൂലികൾ ബാങ്ക് അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വാഹനങ്ങൾ തടയുകയും കടയടപ്പിക്കുകയും മറ്റ് സ്ഥാപനങ്ങൾ
വിവിധയിടങ്ങൾ അടപ്പിക്കുകയും ചെയ്യുന്നത്. ഈ വിവിധയിടങ്ങളിൽ ഇടുക്കിയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും കോട്ടയത്തും തൃശ്ശൂരിലും ഒക്കെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഈ സമരം പുരോഗമിക്കുകയാണ്. മായ. അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹർത്താൽ കൊച്ചിയിൽ ഭാഗികമാണ്, പക്ഷെ മറ്റു പലയിടത്തിലും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും അതുപോലെ തന്നെ വാഹനങ്ങൾ തടയുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ പോലീസ് പിടികൂടി. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് പിടികൂടിയത്. വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ സജിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കാര്യമായി നടന്നിരുന്നു. ഒടുവിൽ ഇയാൾ പിടിയിലായിരിക്കുന്നു അല്ലേ? മയ, ഈ കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഏതാണ്ട് 12 മണിയോടെയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിന്റെ വിവരം പുറത്തറിയുന്നത്. നെടുങ്കണ്ടം പച്ചടിക്ക് സമീപമാണ് മേരിക്കുട്ടിയെയും മകൻ റെജിയുടെയും എന്ന് സംശയിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരെ ഏതാണ്ട് 2 ആഴ്ചക്കാലമായി കാണാനില്ലായിരുന്നു. ഇത് തുടർന്ന് ഇവരുടെ മകൾ പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് 2 പേരുടെയും 2 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചത്. ഇത് ഇവർ തന്നെയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. സംഭവത്തിന് ശേഷം മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജി ഒളിവിൽ പോയിരുന്നു. ഇയാളാണ് പ്രതിയെന്ന ഒരു സംശയത്തിൽ പോലീസ് ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പരിശോധന നടത്തി വന്നിരുന്നത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി 12 മണിയോടുകൂടി ഇയാൾ വീടിന് സമീപത്തു നിന്ന് തന്നെ അറസ്റ്റിലാകുന്നത്. വീടിന് സമീപത്തെ പുരയിടത്തിൽ നിന്ന് ഇറങ്ങി കടയിലേക്ക് വരുന്ന വഴിയാണ് ഇയാൾ അറസ്റ്റിലായതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ ഈ കടയിലെത്തി കടയുടമയായ സ്ത്രീയോട് താൻ ഒരു തെറ്റ് ചെയ്തു പോയി, തനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് സജി പറയുകയും ഇതേ തുടർന്ന് താൻ പോലീസിനെ കീഴടങ്ങാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ഈ സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സജി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്കാണ് സജിയെ കൊണ്ടുപോയത്. ഇയാളെ ഇവിടെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഈ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതോടൊപ്പം തന്നെ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ 2018 മുതൽ കാണാതായിരുന്നു. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മായ. ബോബനാണ് വിവരങ്ങൾ നൽകിയത്. നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. മറ്റു വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോവില്ല എന്നുമാണ് വിമർശനം. കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം സതീശനെ അനുകൂലിച്ചുകൊണ്ട് മലപ്പുറത്ത് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചർച്ചകൾ പോസ്റ്റർ യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്വന്തം ജില്ലയായ എറണാകുളത്ത് DCC ഓഫീസിന് മുൻപിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശൻ PR പണി അവസാനിപ്പിക്കണമെന്നാണ് ഫ്ലെക്സിലെ പരാമർശം. PR വർക്കിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കളെ താറടിക്കേണ്ടെന്നും മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ലെന്നുമാണ് വിമർശനം. DCC ഓഫീസിന്റെ എതിർവശത്തായാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളിൽ വാർത്തയായതോടെ ചില കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. കളമശ്ശേരി HMT ജംഗ്ഷന് സമീപവും ഇതേ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിൽ DCC പ്രസിഡന്റോ മറ്റു ഭാരവാഹികളോ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അതേസമയം മലപ്പുറത്ത് VD സതീശനെ അനുകൂലിച്ച് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്രങ്ങോട്ട് പെരിന്തലൂർ ഭാഗത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അനുകൂല ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച നേതാവല്ല താനെന്ന് രമേശ് ചെന്നിത്തല പരാമർശിച്ചിരുന്നു. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയവരെ അനുകൂലിച്ച് മുതിർന്ന നേതാക്കൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതോടെ വിഷയത്തിൽ KPCCയും ഇടപെട്ടു. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. SSLC പരീക്ഷാഫലം മെയ് 15 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. പുനർമൂല്യനിർണ്ണയത്തിൽ അപേക്ഷ ഉടൻ തന്നെ സ്വീകരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 22 പ്രസിദ്ധീകരിക്കും. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ മിനിമം മാർക്ക് ലഭിക്കാത്തവർക്ക് പഠന പിന്തുണ ക്ലാസ് രാവിലെ 7:30 മുതൽ 10:30 വരെ നടത്തും. ഈ മാസം 28, 29, 30 തീയതികളിൽ പുനർമൂല്യനിർണ്ണയം നടത്തി മെയ് 2 പ്രൊമോഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മെയ് 15 SSLC പരീക്ഷാഫലം. SSLC പരീക്ഷാഫലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കും.
മെയ് അവസാനത്തോടു കൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കും. ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ SSLC സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം മെയ് 22, രണ്ടാം വർഷ ഇംപ്രൂവ്മെന്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മുള്ളറ സ്വദേശി ജംഷീറാണ് മരിച്ചത്. പുലർച്ചെ ടാപ്പിംഗിനിടെയാണ് ജംഷീറിനെ കാട്ടാന ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആക്രമണത്തിന്റെ വിവരം അറിഞ്ഞ് ആശുപത്രിയിൽ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കോഴിക്കോട് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിനിടെ കയറിൽ വിഷപ്പാമ്പിനെ കണ്ടെത്തി. കാരശ്ശേരിയിലെ വീട്ടിൽ നിന്നാണ് ശംഖുവരയൻ പാമ്പിനെ പിടികൂടിയത്. വെള്ളം കോരുന്നതിനിടെ കയ്യിൽ സ്പർശനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. സ്നേക്ക് റെസ്ക്യൂ അംഗമെത്തി പാമ്പിനെ പിടികൂടി. കണ്ണൂർ പയ്യന്നൂരിൽ വീട്ടുവളപ്പിൽ നിന്നും മൂർഖനെ പിടികൂടി. അരവഞ്ചാൽ സ്വദേശി അസൈനാരുടെ വീട്ടിലായിരുന്നു പാമ്പ്. വിറകുപുരയിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. സ്നേക്ക് റെസ്ക്യൂവർ എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പാമ്പുകടിയേറ്റുള്ള മരണം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 136 ആശുപത്രികളിൽ ആന്റിവെനം ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 18 മരണം ഉണ്ടായിരുന്നു. വനം വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. ആൻറ്റിവെനം ഉറപ്പാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ 146 ആശുപത്രികളിൽ ആൻറ്റിവെനം ഉറപ്പാക്കിയിട്ടുണ്ട്. പാമ്പുകളുടെ പ്രജനനകാലവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് മൂലവും പാമ്പുകൾ കൂടുതൽ പുറത്തേക്ക് ഇറങ്ങി അപകടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. പാമ്പ് കടിയേൽക്കുന്നതിന്, അതായത് മനുഷ്യരുമായിട്ടുള്ള മനുഷ്യർ ഉണ്ടാകുന്ന ഇടങ്ങളിലേക്ക് പാമ്പുകൾ കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പൊതുവായ തീരുമാനങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വനം വകുപ്പും അതോടൊപ്പം ആരോഗ്യ വകുപ്പും സർക്കാർ പൊതുവിൽ തന്നെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നാളെ പോളിംഗ് ബൂത്തിലെത്തുന്ന കൊൽക്കത്ത ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാണ്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൊൽക്കത്ത, ഹൗറ, നോർത്ത് സൗത്ത് 24 പർഗാനാസ്, ഹൂഗ്ലി തുടങ്ങി 7 ജില്ലകളിലെ 142 മണ്ഡലങ്ങൾ നാളെ ജനവിധി രേഖപ്പെടുത്തും. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. കൊൽക്കത്തയിലും ഹൂഗ്ലിയിലും ഉൾപ്പെടെ കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ BJPയും നിലനിർത്താൻ തൃണമൂലും കടുത്ത പോരാട്ടം നടത്തിയതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടം ഇരു പാർട്ടികൾക്കും ഒരുപോലെ നിർണായകമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ SIR, വനിതാ സംവരണം, അനധികൃത കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ചൂടേറിയ വാദപ്രതിവാദമാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കാണാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി തുടങ്ങിയ പ്രമുഖർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തതിനാൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായും കമ്മീഷൻ വ്യക്തമാക്കി. SIR നടപടികൾക്ക് ശേഷം ബംഗാളിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 93% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായത്. ഇടുക്കിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുന്നു. ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ വോട്ടെടുപ്പിനായി നാട്ടിലേക്ക് മടങ്ങിയതോടെയാണ് സ്ഥിതി ഗുരുതരമായത്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും മന്ദഗതിയിലായി. ചില സ്ഥലങ്ങളിൽ പണികൾ പൂർണ്ണമായി നിർത്തി. ചെറിയ നിർമ്മാണങ്ങൾ മുതൽ വലിയ പദ്ധതികൾ വരെ വൈകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ബംഗാളികളാണ് കൂടുതലും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്
അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പണികളൊന്നും നടക്കുന്നില്ല. ഇത്തവണ എന്ന് പറഞ്ഞ് SIR ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് അവർക്കതൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. കേരളത്തിലൊന്നും അത്രയും പ്രശ്നമില്ല. ബംഗാളിൽ അവർ മറ്റേ കുടിയേറ്റത്തിൻ്റെ പ്രശ്നം അതൊക്കെ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെല്ലാം വോട്ട് ചെയ്തില്ലേ അവരെ പുറത്താക്കുന്നുള്ള പേടി കാരണം അവരുടെ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലയും കുതിച്ചുയർന്നു. തൊഴിലാളി ക്ഷാമത്തിനൊപ്പം ഇതും നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. മെറ്റീരിയൽസിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെല്ലാം ഇപ്പം വില കൂടി. സിമെൻറ്റിനൊരു 20 രൂപ കൂടി, അതുപോലെ കമ്പിക്ക് ഒരു 15 രൂപ 20 രൂപ അടുത്ത് കൂടി, അതുപോലെ തന്നെ ക്ലോസറ്റ്, പിന്നെ വയറിംഗ് സാധനങ്ങൾ, സാനിറ്ററി ഐറ്റംസ് എല്ലാത്തിനും വില കൂടി. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർക്ക് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടുക്കിയിലുണ്ടായിരുന്ന 30,000-ത്തോളം അതിഥി തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഇവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകുകയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം തുറന്നതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ചട്ടങ്ങൾ പാലിച്ചില്ലെന്നാണ് ആരോപണം. DCC പ്രസിഡന്റാണ് ഹർജി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് രാജേഷ് ഹൈക്കോടതിയിൽ നിന്ന് ചേരുകയാണ്. രാജേഷ്, ഈ പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറന്നത് വലിയ വിവാദമായിരുന്നു. അന്ന് തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു നിയമപരമായി മുന്നോട്ട് പോകുമെന്ന്. ഏതായാലും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ഈ ഹർജി എപ്പോഴായിരിക്കും കോടതി പരിഗണിക്കുക? ഇന്ന് ഹർജി ഫയൽ ചെയ്തേ ഉള്ളൂ. ഇതിപ്പോൾ വെക്കേഷൻ കോടതി ആയതുകൊണ്ട് ഹർജി പരിഗണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം ചോദിക്കാനാണ് സാധ്യത. ഏതായാലും ഇത് ചട്ടവിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറന്നത്. നിയമപ്രകാരം നേരത്തെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും അവരുടെ ഏജന്റുമാരെയും അറിയിച്ച ശേഷം അവരുടെ സാന്നിധ്യത്തിൽ വേണം ഈ രീതിയിലൊക്കെ സ്ട്രോങ് റൂം തുറക്കുവാൻ. ഇല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാവും. ഈ വോട്ട് പെട്ടി സൂക്ഷിച്ചിരിക്കുന്ന വിവാദങ്ങൾ, ഇതിനു മുൻപും ഇത്തരം വിവാദങ്ങൾ ഹൈക്കോടതി വരെ എത്തിയിട്ടുണ്ട്. നാളെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് വരെ വരാൻ സാധ്യതയുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്കറിയാം മഞ്ചേശ്വരത്തൊക്കെ 50 വോട്ടിനും 60 വോട്ടിനും ഒക്കെയുള്ള ഇതിൽ ഫലം പ്രഖ്യാപനം വന്നപ്പോൾ ഇതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ മുഴുവനും ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ വീഴ്ച എന്ന രീതിയിൽ മാത്രം ഇത് കാണാൻ പറ്റില്ല. ഇത് വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹർജി നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് നേതാവാണ് ഹർജി നൽകിയിട്ടുള്ളത്. ഇത് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ, അതായത് DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായി തന്നെ നൽകിയിട്ടുള്ള ഹർജിയാണ്. ഇത് നിയമപരമായി നേരിടും എന്ന് കോൺഗ്രസ് പറഞ്ഞത് ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം തുറന്നതിനെതിരെ DCC പ്രസിഡന്റ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ പുറത്തു വരുമ്പോൾ ആലപ്പുഴയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ദേശീയപാതാ നിർമ്മാണത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കമെന്ന പേരുദോഷം പേറുമ്പോഴും പറവൂർ തുറവൂർ റീച്ചിന് ഇതുവരെ ലഭ്യമായത് ആവശ്യമുള്ളതിന്റെ പകുതിയിൽ താഴെ മണ്ണ് മാത്രമാണ്. നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞ സമയം കഴിഞ്ഞെങ്കിലും ആവശ്യമായ മണ്ണ് എവിടെ നിന്ന് കണ്ടെത്തുമെന്ന കാര്യം ഇപ്പോഴും പ്രശ്നമായി തന്നെ തുടരുകയാണ്. 16 ലക്ഷം കുബിക് മീറ്ററോളം മണ്ണ് നിർമ്മാണത്തിന് വേണ്ടിവരുമെന്ന് കരുതുന്ന റീച്ചിന് ഇതുവരെ ലഭ്യമായത് 7 ലക്ഷം കുബിക് മീറ്റർ മണ്ണ് മാത്രമാണ്. 30ഓളം അണ്ടർപാസുകളുള്ള ഇവിടെ 14 പൂർത്തിയായെങ്കിലും മിക്കവയുടെയും അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം മണ്ണില്ലാത്തതിനാൽ തുടങ്ങാനായിട്ടില്ല. വേനൽക്കാലത്ത് പരമാവധി മണ്ണെത്തിച്ച് നിർമ്മാണം വേഗത്തിലാക്കിയാലേ സമയപരിധിക്കകം ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാനാകുകയുള്ളൂ. പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ വടക്കോട്ട് വേമ്പനാട് കായലിലെ 5 സ്ഥലങ്ങളിൽ നിന്നുള്ള മണ്ണാണ് ദേശീയപാത നിർമ്മാണത്തിനെത്തിക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 3.5 കിലോമീറ്റർ നീളത്തിലാണ് ഡ്രഡ്ജിങ്. 3 മീറ്റർ വരെ ആഴത്തിൽ മണ്ണെടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണ് ജങ്കാറിൽ തീരത്തെത്തിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴിവാക്കി കഴുകി ചെളിയും അമ്ലത്വവും കളഞ്ഞ ശേഷമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. യാർഡിൽ വലിയ വാഹനങ്ങൾ കടന്നു വരാത്തതിനാൽ മിനി ലോറികളിലും ചെറിയ ടിപ്പറുകളിലുമാണ് ദേശീയപാതയിലേക്ക് മണ്ണ് കൊണ്ടുപോകുന്നത്. ചെറിയ വാഹനങ്ങളിൽ ഉദ്ദേശിച്ചത്ര മണ്ണെത്തിക്കാൻ കഴിയാത്തതും നിലവിൽ വെല്ലുവിളിയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. IPL പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനക്കാരായ പഞ്ചാബ് കിങ്സും 4ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടും. മുല്ലൻപൂരിലെ മഹാരാജ ദേവീന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഈ സീസണിൽ ഇതുവരെ പരാജയം അറിയാത്ത ഏക ടീമാണ് ശ്രേയസ് അയ്യർ നയിക്കുന്ന പഞ്ചാബ് കിങ്സ്. കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 264 റൺസ് പിന്തുടർന്ന് ജയിച്ച പഞ്ചാബ് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. അതേസമയം രാജസ്ഥാന് വേണ്ടി വൈഭവ് സൂര്യവംശി കളിക്കുമോ എന്ന കാര്യം സംശയമാണ്. ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ പരിക്കേറ്റ വൈഭവ് സൂര്യവംശിയുടെ നിലവിൽ തൃപ്തികരമാണ്. വാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.